നമസ്കാരം. ASP കൗശിക് വെസ്റ്റ് ഡൽഹിയിലെ രാജേന്ദ്ര നഗറിലെ R ബ്ലോക്കിലെ 822 നമ്പർ വീട്ടിൽ അവിടുത്തെ ഗൃഹനാഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ കൂട്ടുകാരന്റെ പേര് നാഗർവാലയാണെന്ന് പിടികിട്ടി. നാഗർവാല താമസിക്കുന്നത് പാഴ്സികൾ താമസിക്കുന്ന ധർമ്മശാലയിലാണെന്നും ആ ഗൃഹനാഥൻ കാശിപ്പിനോട് പറഞ്ഞു. കാശിപ്പിനോട് ആ ഗൃഹനാഥൻ അത് പറയുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് തുഗ്ലക് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഏതാനും പോലീസുകാരുമായി കൊണാർട്ട് പ്ലേസിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ ടാക്സി ഡ്രൈവർ ഓം പ്രകാശ് പറഞ്ഞ കഥ അനുസരിച്ച് ആ നോട്ട് കെട്ടുകൾ അടങ്ങിയ ബാഗുമായി തൊപ്പി വെച്ച ആ മനുഷ്യൻ ഇറങ്ങിയത് കൊണാർട്ട് പ്ലേസിലാണ്. കൊണാർട്ട് പ്ലേസിൽ 2 ബാഗ് നിറയെ പണവുമായി ഇറങ്ങിയ വ്യക്തി ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തിരിക്കാൻ സാധ്യതയുള്ളത് ഏതെങ്കിലും ടാക്സിയിലായിരിക്കും. ആ ഒരു ധാരണ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ AK ബോസിനുണ്ട്. ആ ധാരണ മനസ്സിൽ വന്നതും ബോസ് ആ ഭാഗത്തുള്ള ടാക്സി സ്റ്റാൻഡ് ഒന്ന് തിരക്കി. ടാക്സി സ്റ്റാൻഡ് ഉള്ളത് മറീന ഹോട്ടലിന് മുന്നിലാണ്. അവിടെ ടാക്സി സർവീസ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലേക്കാണ് ബോസ് എത്തിയത്. ബോസും പോലീസുകാരും അവിടെ എത്തുമ്പോൾ അവിടെ ഏതാനും ഡ്രൈവർമാർ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഓട്ടം കഴിഞ്ഞ് എത്തിയതാണ്. അവരോട് ബോസ് കാര്യങ്ങൾ തിരക്കി. ഇവിടെ വന്നിട്ട് ആരെങ്കിലും ടാക്സി പിടിച്ചു? സാർ, ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ ഓട്ടത്തിലായിരുന്നു, അതുകൊണ്ട് ഇവിടുന്ന് ടാക്സി ഓട്ടോ ഒന്നും പോയിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു കാര്യം ഞാൻ അറിഞ്ഞു. ഒരാൾ ടാക്സി പിടിക്കാനായി വന്നിരുന്നു. ടാക്സി ഇല്ലാത്തതുകൊണ്ട് അയാൾ നാളത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുകയാണെന്നും ഓഫീസിൽ നിന്ന് പറഞ്ഞു. അവിടെ നിന്ന് നാളെ ഒരാൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഡ്രൈവർമാർ പോലീസിനോട് ഒന്നുകൂടി കൺഫർമേഷൻ കൊടുക്കുമ്പോഴാണ് പരംജിത്ത് അവിടെ എത്തിയത്. ആ വാചകം കേട്ട പരംജിത്ത് പോലീസിനോട് പറഞ്ഞു, സാർ, നാളത്തേക്ക് ടാക്സി ബുക്ക് ചെയ്ത ആള് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നിന്നോടൊപ്പോ? അയാൾ എങ്ങോട്ടാ പോയത്? സാർ, അയാള് ടാക്സി ബുക്ക് ചെയ്യാൻ വന്നതിന് ശേഷം ആ കടയിൽ നിന്ന് 2 സൂട്ട് കേസ് വാങ്ങിച്ചു. ഞാനും കൂടി പോയിട്ടാണ് വാങ്ങിച്ചത്. സാർ, ഞാനും എന്റെ ബോസിന്റെ അനുജൻ ഹർഭജനും അയാൾക്കൊപ്പം ആ സൂട്ട് കേസ് കടയിൽ ചെല്ലുമ്പോൾ അയാള് അവിടെ നിന്ന് ചുവപ്പ് നിറത്തിലും കറുപ്പ് നിറത്തിലുള്ള 2 സൂട്ട് കേസ് വാങ്ങിച്ചു. സാർ, ഞങ്ങൾ ആ സൂട്ട് കേസുമായി ഈ മറീന ഹോട്ടലിന് മുന്നിൽ കാത്തു നിൽക്കുമ്പോൾ അയാള് ഹോട്ടലിനകത്തേക്ക് പോയി. അയാൾ തിരിച്ചു വന്നത് 2 ബാഗുമായിട്ടാണ്. അയാൾ ആ 2 ബാഗും സൂട്ട് കേസും എന്റെ വണ്ടിയുടെ ഡിക്കി വെച്ചു. എന്റെ ബോസ് എന്നോട് അയാൾക്കൊപ്പം ചെല്ലാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അയാൾക്കൊപ്പം യാത്ര ചെയ്തത്. ഹർഭജനോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചത് ധർമ്മശാലയിലേക്കാണ്. സാർ, ധർമ്മശാലയിൽ ഞാൻ എത്തിയപ്പോൾ അയാള് ഡിക്കി തുറന്ന് ആ 2 പെട്ടിയും 2 ബാഗും പുറത്തെടുത്ത് ധർമ്മശാലയ്ക്ക് അകത്തേക്ക് പോയി. എന്നോട് കാത്തു നിൽക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ കാത്തു നിൽക്കുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ മടങ്ങി വന്നു. അയാൾ എന്നോട് ധർമ്മശാലയ്ക്ക് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അയാൾക്കൊപ്പം അയാളുടെ മുറിയിലെത്തി. അവിടെ 2 സൂട്ട് കേസ് ഉണ്ടായിരുന്നു. നേരത്തെ അയാൾ വാങ്ങിച്ച ആ 2 സൂട്ട് കേസുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അയാള് എന്നോട് അതിലൊരു സൂട്ട് കേസ് എടുക്കാൻ പറഞ്ഞു. ഞാൻ ചുവപ്പ് നിറത്തുള്ള സൂട്ട് കേസാണ് എടുത്തത്. അയാൾ കറുപ്പ് നിറത്തിലും. നല്ല ഭാരം ഉണ്ടായിരുന്ന ആ സൂട്ട് കേസിന്. ഞാനത് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അതിനകത്ത് ഒരു ബുക്കാണെന്നാണ്. ഞങ്ങൾ 2 കൂടി ആ സൂട്ട് കേസുമായി താഴെ എത്തി എന്റെ വണ്ടി വെച്ചു. അതിനുശേഷം അയാളും ഞാനും അവിടെ നിന്ന് പോയത് നെക്കോൾസൺ റോഡിലേക്കാണ്. നെക്കോൾസൺ റോഡിൽ ഒരു 2 നില ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ മുന്നിലാണ് വാഹനം നിർത്തിയത്. വാഹനം നിർത്തിയതും അയാൾ അതിൽ നിന്ന് ആ കറുത്ത നിറത്തിലുള്ള സൂട്ട് കേസുമായി പുറത്തിറങ്ങി. ആ സൂട്ട് കേസുമായി അയാൾ ആ വീടിനകത്തേക്ക് പോയി. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാളെ സൂട്ട് കേസുമായി തിരിച്ചു വരുന്നതാണ് ഞാൻ കണ്ടത്. അയാൾ ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആരെയോ ഉറക്കെ ശപിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. എന്താണ് കാര്യമെന്ന് ഞാൻ തിരക്കിയപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് കൊണാർട്ട് പ്ലേസിലേക്ക് പോകാനാണ്. ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വീണ്ടും മടങ്ങിയെത്തി. കൊണാർട്ട് പ്ലേസ് എത്താറായപ്പം ജനപഥത്തിലേക്ക് കയറുന്ന ആ റോഡിന്റെ ഭാഗത്ത് മെസ്സസ് പാരിലാലിന്റെ ഒരു മോട്ടോർ വർക്ക്സ് ഉണ്ട്. അതിന്റെ മുന്നിലാണ് അയാൾ വാഹനം നിർത്തിപ്പിച്ചത്. അവിടെ ഇറങ്ങിയ അയാൾ അതിന് സമീപത്തുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോയി. കുറെ നേരം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചിറങ്ങി വന്നു. ആ സമയത്ത് എന്റെ കാറിനടുത്ത് ഒരു ഫിയറ്റ് കാർ വന്നു. ആ ഫിയറ്റ് കാറിലേക്ക് അയാൾ പറഞ്ഞനുസരിച്ച് ഞാനും കൂടി ചേർന്ന് ആ സൂട്ട് കേസുകൾ എടുത്തു കയറ്റി. അയാൾ എനിക്ക് 10 രൂപ പ്രതിഫലവും നൽകി. അവിടുന്ന് ഞാൻ എന്റെ ഓഫീസിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇത്രയും കഥ പരംജിത്ത് ബോസിനോട് പറഞ്ഞ ആ സമയത്താണ് ബോസിന് വയർലെസ്സിലൂടെ കാശിപ്പിന്റെ ഓർഡർ കിട്ടിയത്. ധർമ്മശാലയിലേക്ക് ചെല്ലാനുള്ള ഓർഡറാണ് കാശിപ്പ് ബോസിന് കൊടുത്തത്. പരംജിത്തിനോട് കൂടുതൽ വിവരങ്ങൾ തിരക്കാൻ നിൽക്കാതെ തുഗ്ലക് റോഡിലെ ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബോസും അയാൾക്കൊപ്പമുള്ള പോലീസും അവരുടെ ജീപ്പിൽ നേരെ ധർമ്മശാലയ്ക്ക് തിരിച്ചു. അവരുടെ ജീപ്പ് ധർമ്മശാലയിൽ എത്തിയ അതേ സമയത്ത് തന്നെ ASP കൗശിക്കും ചാണക്യപുരിയിലെ പോലീസ് ഹൗസ് ഓഫീസർ ഹരിദേവും അടങ്ങിയ ടീമും അവിടെ എത്തി. 2 ജീപ്പിൽ നിന്നായി ഏകദേശം
ഒരു ഡസനോളം പോലീസുകാരാണ് പുറത്തിറങ്ങിയത്. ASP കൗശിക്കും ചാണക്യപുരിയിലെ ആ ഹൗസ് ഓഫീസർ ഹരിദേവും തുഗ്ലക് പോലീസ് സ്റ്റേഷനിലെ ഹൗസ് ഓഫീസർ ബോസും ധർമ്മശാലയുടെ ആ ബിൽഡിങ്ങിനകത്തേക്ക് കടന്നു. ബാക്കി പോലീസുകാർക്ക് ആ ബിൽഡിംഗ് നിരീക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് ASP കൊടുത്തത്. ASPയും ഹരിദേവും ബോസും പോലീസ് യൂണിഫോമിൽ ആ ബിൽഡിങ്ങിനകത്തേക്ക് കടന്നതും മാനേജറുടെ ഭാര്യ ധർ അവരെ കണ്ടു. പെട്ടെന്ന് പോലീസുകാർ അകത്തേക്ക് കടന്നു വരുന്ന കണ്ട ധർ പോലീസുകാരോട് ചോദിച്ചു, എന്താ ഇത്, നിങ്ങൾ ഇതിനകത്തേക്ക് വന്നത്? ആ സ്ത്രീയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ASP ആ സ്ത്രീയോട് ചോദിച്ചു, ഇവിടുത്തെ മാനേജർ എവിടെ? ASP മാനേജർ എവിടെയെന്ന് ചോദിക്കുന്നതും ആ സ്ത്രീ ഉറക്കെ സംസാരിക്കുന്നതും അകത്ത് പ്രാർത്ഥനാ മുറിയിലുണ്ടായിരുന്ന ആളുകളൊക്കെ കേട്ടു. ശബ്ദം കേട്ട് പ്രാർത്ഥനാ മുറിയിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾ പുറത്തേക്ക് ഓടി വന്നു. ആ ധർമ്മശാലയിൽ പ്രാർത്ഥനാ മുറിയും ആളുകൾ താമസിക്കാനുള്ള മുറികൾക്കും പുറമെ ഒരു അമ്പലം കൂടിയുണ്ട്. ഒരു വലിയ കോമ്പൗണ്ടാണ് അവിടെ ഉള്ളത്. ദില്ലി ഗേറ്റിൽ നിന്ന് ബഹദൂർ ഷാ സഫർ മാർഗിലേക്ക് വരുമ്പോൾ ഡൽഹി പാഴ്സി അഞ്ചുമാൻ എന്നൊരു ബോർഡ് കാണാം. അതാണ് ഈ പാഴ്സികളുടെ ദില്ലിയിലെ ആസ്ഥാനം എന്ന് പറയുന്നത്. 1911 ബ്രിട്ടീഷ് സർക്കാർ അവരുടെ ആസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ദില്ലിയിലേക്ക് മാറ്റുന്നത്. ദില്ലിയിലേക്ക് അവരുടെ ആസ്ഥാനം മാറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൽക്കത്തയിൽ ഉണ്ടായിരുന്ന പാഴ്സികളും ദില്ലിയിലേക്ക് വന്നിരുന്നു. അവരുടെ ആസ്ഥാനം അവിടെ ദില്ലിയിൽ ഉണ്ടാകുന്നത് 1925 25 മുതൽ ധർമ്മശാലയാണ് അവരുടെ ആസ്ഥാനം. ഈ പാഴ്സികൾക്ക് തമ്മിൽ പരസ്പരം വല്ലാത്ത അടുപ്പമാണ്. പാഴ്സികൾ ആരെങ്കിലും ദില്ലിയിൽ എത്തിയാൽ ഉറപ്പായും അവർ താമസിക്കാൻ ആഗ്രഹിക്കുക ആ ധർമ്മശാലയിലാണ്. അതുകൊണ്ടാണ് പോലീസ് സംഘത്തിന്റെ അതിനകത്തേക്കുള്ള കടന്നുവരവിനെ ആ സ്ത്രീ പോലും ബലമായി തടുത്തത്. ശബ്ദം കേട്ട് പ്രാർത്ഥന ഹാളിൽ നിന്ന് ഓടി വന്ന ആളുകളുടെ കൂട്ടത്തിൽ മാനേജർ ബാഗ്ലിയുമുണ്ട്. മാനേജർ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ബാഗ്ലി തന്നെയാണ്. സർ, ഞാനാണ് മാനേജർ. അത് കേട്ടതും കൗശിക് ബാഗ്ലിയോട് പറഞ്ഞു, എനിക്ക് റൂം നമ്പർ 3 ഒന്ന് കാണണം. പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന ആളുകൾ ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരായാലും അനുസരിക്കും. ബാഗ്ലി അവർക്കൊപ്പം നടന്ന് റൂം നമ്പർ 3 റൂം നമ്പർ 3 ചാരിയിട്ടേ ഉള്ളൂ. പോലീസ് അത് തള്ളി തുറന്നു. നേരത്തെ ആ രാജേന്ദ്ര നഗറിലെ R ബ്ലോക്കിലെ ബത്ര പോലീസിനോട് ധർമ്മശാലയിലെ റൂം നമ്പർ 3 നാഗർവല താമസിക്കുന്നത് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ASP കൗശിക് അവിടേക്ക് തന്നെ എത്തിയത്. അവർ ആ വാതിൽ തള്ളി തുറക്കുമ്പോൾ അതിനകത്ത് 2 ആളുകൾ താമസമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു പാർട്ടിഷനാണ് ആദ്യം കാണുന്നത്. 2 കട്ടില് ആ പാർട്ടിഷന്റെ അപ്പുറം ഇപ്പുറവും ഉണ്ട്. പോലീസ് സംഘം അതിനകത്തേക്ക് കയറുന്ന കണ്ടതും ബാഗ്ലി പോലീസുകാരോട് ചോദിച്ചു, സാർ, നിങ്ങളുടെ കയ്യിൽ വാറണ്ട് ഉണ്ടോ? ഗവൺമെന്റ് ഒഫീഷ്യൽസുമായി നിരന്തരം ഇടപെടുന്ന ബാഗ്ലിക്ക് നിയമങ്ങളെക്കുറിച്ച് നല്ല ധാരണയാണ്. അതുകൊണ്ടാണ് ബാഗ്ലി അങ്ങനെ ചോദിച്ചത്. ബാഗ്ലി ആ ചോദ്യം ഉന്നയിച്ചതും ASP ബാഗ്ലിയോട് പറഞ്ഞു, ചില സമയത്ത് വാറണ്ട് ഇല്ലാതെയും സെർച്ച് ഞങ്ങൾ ചെയ്യും. ASP കൗശിക്കിന്റെ ആ വാചകത്തിന് വല്ലാത്തൊരു മൂർച്ചയുണ്ട്. അത് മനസ്സിലാക്കിയ ബാഗ്ലി പെട്ടെന്ന് പുറകോട്ട് മാറി. അയാൾ അവിടെ നിന്ന് തിരികെ ഓടിയെത്തിയത് അയാളുടെ മുറിയിലാണ്. മാനേജറുടെ മുറിയിൽ ഓടിയെത്തിയ ബാഗ്ലി ഉടൻ തന്നെ ആ പാഴ്സി സമൂഹത്തിന്റെ ധർമ്മശാലയുടെ കമ്മിറ്റി തലവൻ നാഗൂർ വാലയെ ഫോണിൽ വിളിച്ചു. നാഗൂർ വാല ICS ഉദ്യോഗസ്ഥനാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ വളരെ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന നാഗൂർ വാലയെ ബാഗ്ലി കാര്യങ്ങൾ ധരിപ്പിച്ചതിന് ശേഷം തിരിച്ച് ഓടി ആ റൂം നമ്പർ 3 പോലീസുകാർ ആ മുറി മുഴുവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാഗ്ലി ശരിക്കും അകത്തേക്ക് വരുമ്പോൾ ഒന്ന് ഞെട്ടിയെന്ന് പറയാം. ഒരു വെള്ള ഷർട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ആ കട്ടിലിന്റെ പുറത്തേക്കിട്ട് ഒന്ന് കുടയുമ്പോൾ അതിനകത്തുനിന്ന് ഒരു റിവോൾവർ പുറത്തേക്ക് വീണു. ആ മുറിയിൽ 2 പേരാണ് താമസിച്ചിരുന്നത്. അതിൽ ഒരാളുടെ ഷർട്ടാണ് ഇപ്പോൾ പോലീസ് എടുത്ത് കുടഞ്ഞത്. അതിൽ നിന്നാണ് റിവോൾവർ പുറത്തു വീണത്. റിവോൾവറുമായി ഒരാൾ ആ മുറിയിൽ താമസിക്കുകയായിരുന്നുള്ള അറിവ് സ്വാഭാവികമായും ആ മാനേജറെ ഒന്ന് ഞെട്ടിച്ചു എന്ന് പറയാം. ആ റിവോൾവറിനൊപ്പം അനവധി കാട്രിഡ്ജുകളുമുണ്ട്. കാട്രിഡ്ജുകളും റിവോൾവറും കെട്ടിക്കഴിഞ്ഞതും പോലീസ് ആ ബെഡിനടിയിൽ നിന്ന് ചില സൂട്ട് കേസൊക്കെ എടുത്ത് മുകളിലേക്ക് വെച്ചു. ആ സൂട്ട് കേസ് ബാഗിന്റെ സാന്നിധ്യത്തിൽ തുറന്ന പോലീസ് അതിനകത്തുനിന്ന് ഒരുപാട് ഫോട്ടോകളും ഡോക്യുമെന്റുകളും ഒക്കെ പുറത്തെടുക്കുകയാണ്. ശരിക്കും ആ ഡോക്യുമെന്റുകളിലൂടെ കടന്നുപോയപ്പോൾ പോലീസിന് അവർ പ്രതീക്ഷിച്ച ഒരു സാധനം കിട്ടി. അവിടെ താമസിക്കുകയായിരുന്ന നാഗർവാലയുടെ ഒരു അടിപൊളി പ്രൊഫൈലാണ് അവർക്ക് കിട്ടിയത്. അതിനോടൊപ്പം ഫോട്ടോഗ്രാഫ്സും ഉണ്ട്. 1922 മാർച്ച് 2 ബോംബെയിലാണ്
നാഗർവാല ജനിച്ചതെന്നാണ് ആ പ്രൊഫൈൽ സൂചിപ്പിക്കുന്നത്. അയാളുടെ സ്കൂൾ പഠനകാലവും കോളേജ് പഠനകാലവും ഒക്കെ അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അതിനുശേഷം അയാൾ ആർമിയിൽ ഉദ്യോഗസ്ഥനായെന്നും സൂചനയുണ്ട്. നാഗർവാലയ്ക്ക് ബോംബെക്കാരനായതുകൊണ്ട് തന്നെ ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മറാത്തിയും അറിയാം, ഗുജറാത്തിയും അറിയാം. ഇവയ്ക്ക് പുറമെ അയാൾക്ക് ഇംഗ്ലീഷും ഫ്രഞ്ചും ജാപ്പനീസും അറിയാം. ഈ പ്രൊഫൈലിന് പുറമെ ആ മുറിയിൽ നിന്ന് നാഗർവാലയുടെ ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും ആർമിയിൽ അയാൾ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ കിട്ടുകയാണ്. ആ സെർച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ ഓടി വന്ന് കൗശിപ്പിനോട് DIG PA റോഷ വൈറസിലുണ്ടെന്ന് സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ കൗശിപ്പിനെ DIG റോഷ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചതിന്റെ കാരണം മറ്റൊന്നാണ്. ICS ഉദ്യോഗസ്ഥനായ നാഗർവാല നേരത്തെ DIG റോഷയെ വിളിച്ചിരുന്നു. പാഴ്സി സമുദായ അംഗമായ നാഗർവാല ചെയർമാനായിരിക്കുന്ന ആ ധർമ്മശാലയിൽ സെർച്ച് വാറണ്ട് ഇല്ലാതെ പോലീസ് കയറിയത് ശരിയല്ലെന്നും എത്രയും പെട്ടെന്ന് പോലീസ് സംഘത്തെ അവിടെ നിന്ന് പോകാൻ പറയണമെന്നും DIG റോഷയോട് ICS ഉദ്യോഗസ്ഥനായ നാഗർവാല ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് റോഷ യഥാർത്ഥത്തിൽ കൗശിപ്പിനെ വിളിക്കുന്നത്. കൗശിപ്പ് വയർലെസ് വന്നതും കൗശിപ്പ് കാര്യങ്ങൾ DIGയോട് പറഞ്ഞു. അത് കേട്ടതും DIG കൗശിപ്പിനോട് റെയ്ഡ് തുടരാൻ ആവശ്യപ്പെട്ടു. കൗശിപ്പിനോട് അങ്ങനെ ആവശ്യപ്പെടുന്നതിന് മുന്നേ തന്നെ DIG സീനിയർ ബ്യൂറോക്രാറ്റായ ആ ICS ഉദ്യോഗസ്ഥരോട് ആ റെയ്ഡിന്റെ സകല ഉത്തരവാദിത്വവും തനിക്കാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. ആ റെയ്ഡ് ഒരു കാരണവശാലും പാഴ്സി സമുദായങ്ങളെ ഉദ്ദേശിച്ചല്ലെന്നും മറ്റൊരു കാര്യവുമായി ബന്ധിപ്പിച്ചാണെന്നും DIG ആ സമയത്ത് ആ സീനിയർ ICS ഉദ്യോഗസ്ഥനെ ധരിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് കൗശിക് പറഞ്ഞപ്പോൾ റെയ്ഡ് തുടരാനായി റോഷ ആവശ്യപ്പെട്ടത്. അരമണിക്കൂർ നേരത്തെ റെയ്ഡിന് ശേഷം പോലീസ് സംഘം താഴെ ധർമ്മശാല ഓഫീസിലെത്തിയതും ധർമ്മശാലയുടെ ആ ഓഫീസ് ഫോണിലേക്ക് ഒരു കോൾ വന്നു. ആ സമയത്ത് ഓഫീസ് മുറിയിലുണ്ടായിരുന്ന ആ തുഗ്ലക് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബോസ് ആണ് ഫോൺ എടുത്തത്. മറുതലയ്ക്കൽ ഒരു സ്ത്രീയാണ്. അവർ ഫോൺ കണക്ട് ആയതും ചോദിച്ച ചോദ്യം നാഗർവാല അവിടെ ഉണ്ടോ എന്നാണ്. നാഗർവാല അവിടെ ഉണ്ടോ എന്ന് ആ സ്ത്രീ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ ബോസ് എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ അല്ല, രാത്രി 7:30 ആകുമ്പോൾ ധർമ്മശാലയിലേക്ക് വിളിക്കണമെന്നും നാഗർവാല അവിടെ എത്തിയിട്ടുണ്ടോയെന്ന് തിരക്കണമെന്നും എന്നോട് നാഗർവാല നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അത് കേട്ടതും ബോസ് അവരോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എവിടെ താമസിക്കുന്നത്, ആരാ നിങ്ങൾ? ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ആ സ്ത്രീ ഫോൺ വെച്ചു. രാഷ്ട്രത്തെ നടുക്കിയ ഒരു ബാങ്ക് റോബറിയാണ് നടന്നിരിക്കുന്നത്. ആ ബാങ്ക് റോബറി നടത്തിയ ആൾ ആരാണെന്ന് ഇത് റെക്കോർഡ് സമയത്തിനുള്ളിൽ ASP കൗശിപ്പും അദ്ദേഹത്തിന്റെ ടീമുകളും കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് വേണ്ടത് ആ കക്ഷിയാണ്. അയാൾ എന്തായാലും ധർമ്മശാലയിൽ വരാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയ കൗശിപ്പ് ഹരിദേവനോടും ബോസിനോടായി പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, സ്റ്റേഷനിൽ പോയി ഒന്ന് ഫ്രഷായി വരാം. അതുവരെ ഇവർ ഈ ധർമ്മശാലയിൽ രഹസ്യമായി കാവൽ നിൽക്കട്ടെ. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഹരിദേവും അതുപോലെ ബോസും കൗശിപ്പും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളുകളാണ്. അവർക്ക് ഒന്ന് ഫ്രഷ് ആകേണ്ട ആവശ്യമുണ്ട്. അവർ തൊട്ട് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്ന് ഫ്രഷ് ആകുന്നതിന് വേണ്ടി അവിടെ നിന്ന് പോകുമ്പോൾ ഡ്രൈവർ ഓം പ്രകാശും ബൽബീർ സിംഗും ബാക്കിയുള്ള പോലീസുകാർക്കൊപ്പം അവിടെ ഉണ്ട്. നാഗർവാലയുടെ മുറിയിൽ നിന്ന് കിട്ടിയ നാഗർവാലയുടെ ഫോട്ടോ ASP കൗശിപ്പ് അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് കക്ഷി. ഇയാള് എന്തായാലും ഇവിടേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അയാൾ കാണാതെ ഈ ബിൽഡിങ്ങിന് പല ഭാഗത്തായി മറഞ്ഞു നിൽക്കണം. അതേ നിർദ്ദേശം തന്നെയാണ് ആ 2 ടാക്സി ഡ്രൈവേഴ്സ് ബൽബീർ സിംഗിനും അതുപോലെ ഓം പ്രകാശിനും കൗശിപ്പ് കൊടുത്തത്. ബൽബീർ സിംഗിനെയും കൗശിപ്പിനെയും അവിടെ നിർത്തിയിരിക്കുന്നതിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. അവർ രണ്ടുപേരുമാണ് ആ പകലിൽ കൃത്യമായി നാഗർവാലയെ കണ്ടത്. അതുകൊണ്ട് തന്നെ അവരുണ്ടെങ്കിൽ നാഗർവാല അവിടെ എത്തിയാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഹരിദേവും ബോസിനും ഒപ്പം കൗശിപ്പ് സ്റ്റേഷനിലേക്ക് മടങ്ങുമ്പോൾ ആ പോലീസ് സംഘം പല ഭാഗത്തായി അങ്ങനെ രഹസ്യമായി ഒളിച്ചു നിൽക്കുകയാണ്. മാനേജർ ബാംഗ്ലിയോടും അതുപോലെ അയാളുടെ ഭാര്യ ധറനോടും കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞപ്പോൾ അവരും പോലീസിനോട് സഹകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ കൈവശം DIG റോഷയുടെ ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടാണ് കൗശിപ്പ് സ്റ്റേഷനിലേക്ക് പോയത്. നാഗർവാല ആ ധർമ്മശാലയിൽ എത്തിയാൽ ആ നിമിഷം
DIG അവർ വിവരം അറിയിക്കണം. അതാണ് അവർക്കുള്ള നിർദ്ദേശം. ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനങ്ങളോ ലാൻഡ് ലൈൻ സംവിധാനങ്ങളോ ഒന്നും അന്ന് നിലവിലില്ല. അപൂർവം സ്ഥലങ്ങളിൽ മാത്രമേ ടെലിഫോൺ ഉണ്ടാവൂ. അതുകൊണ്ടാണ് DIG റോഷയുടെ നമ്പർ ആ ധർമ്മശാല അധികാരികൾക്ക് പോലീസ് കൊടുക്കുന്നത്. ഏകദേശം 7:45 അടുപ്പിച്ച് നാഗർവാലയുടെ റൂംമേറ്റ് ദിൻവർ ആ ബിൽഡിങ്ങിലെത്തി. അയാൾ റൂം നമ്പർ 3 എത്തുമ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത്. അയാളുടെ മുറി ശരിക്കും വൃത്തികേടായി കിടക്കുകയാണ്. ആ മുറിയിലെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. ഇതാരാ ഇത് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ഓടി ഓഫീസിലെത്തപ്പോൾ ഓഫീസിൽ ബാഗ്ലിയും അയാളുടെ ഭാര്യയുമുണ്ട്. അവർ അയാളോട് പറഞ്ഞു, പോലീസാണ് അത് ചെയ്തത്. പോലീസിന് എന്താ എൻ്റെ മുറിയിൽ കാര്യം? ആ ചോദ്യം അയാൾ ചോദിച്ചപ്പോൾ ബാഗ്ലി അയാളോട് പറഞ്ഞു, പോലീസിന് നിങ്ങളുടെ കാര്യത്തിൽ താല്പര്യം ഉണ്ടാകാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ നാഗർവാലയുടെ ആ റൂംമേറ്റിനോട് പറഞ്ഞു, നിങ്ങൾ ശബ്ദമുണ്ടാക്കാതെ റൂമിലേക്ക് ചെല്ലും. ബാഗ്ലിയും ഭാര്യയും അങ്ങനെ പറഞ്ഞപ്പോൾ അവരെ ചീത്ത പറഞ്ഞിട്ട് ആ റൂംമേറ്റ് അയാളുടെ മുറിയിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രി 8 മണി. ആ സമയത്ത് ആ ടാക്സി ഡ്രൈവർ ബൽബീർ സിംഗ് ഒരു കാഴ്ച കണ്ടു. ആ കോമ്പൗണ്ടിന്റെ പുറത്ത് ഗേറ്റിനടുത്തായി ഒരു സ്കൂട്ടർ ടാക്സി വന്ന് നിൽക്കുന്നതാണ് അയാൾ കണ്ടത്. ദില്ലിയിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ച അതാണ്. ഒരു ബുള്ളറ്റിന് പുറകിൽ ഇരിക്കാൻ കഴിയുന്ന ശൈലിയിൽ ഒരു സംഭവം ഉണ്ടാക്കി അതിനകത്ത് ആളുകളെ കൊണ്ടുപോകുന്ന കാഴ്ച ദില്ലിയിൽ ഇഷ്ടംപോലെ കാണാം. അങ്ങനെയുള്ള ഒരു ടാക്സിയാണ് ആ ധർമ്മശാലയുടെ ഗേറ്റിന് പുറത്തു വന്ന് നിന്നത്. ആ ടാക്സിയിൽ നിന്ന് പുറത്തിറങ്ങിയ ആള് അകത്തേക്ക് നടക്കുകയാണ്. അയാളുടെ ഒരു കയ്യിൽ ഒരു സ്കൂട്ടറിന്റെ ടയറുണ്ട്, മറു കയ്യിൽ ആ ടയറിന്റെ ട്യൂബും ഉണ്ട്. അയാളുടെ ഷോൾഡറിൽ കൂടി ഒരു ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്, ഒരു റെക്സിൻ ബാഗാണ്. ബൽബീർ സിംഗ് ആ സ്കൂട്ടർ ടയറും ട്യൂബും ബാഗുമായി നടന്നു വരുന്ന മനുഷ്യനെ കണ്ടു. അയാൾ കൗതുകപൂർവ്വം ആ മനുഷ്യനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ മനുഷ്യൻ നടന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് ഒരു പോലീസുകാരനും അയാളെ കണ്ടു. ആ പോലീസുകാരൻ നേരത്തെ നാഗർവാലയുടെ ഫോട്ടോ കണ്ട വ്യക്തിയാണ്. ബൽബീർ സിംഗ് ആണെങ്കിൽ നാഗർവാലയെ കണ്ട ആളുമാണ്. അവർ രണ്ടുപേരും നാഗർവാല വരുന്നു എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് അവരുടെ മുന്നേ കൂടി ആ സ്കൂട്ടർ ടയറുമായി ആ മനുഷ്യൻ നടന്നു പോകുന്നത്. ആ സ്കൂട്ടർ ടയറുമായി ആ മനുഷ്യൻ നടന്ന് ധർമ്മശാലയുടെ ആ ഹാളിലേക്ക് കടക്കുമ്പോൾ അയാളെ മിസസ് ബാഗ്ലി കണ്ടു. മിസസ് ബാഗ്ലി അവളുടെ 2 കൂട്ടുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ടയറുമായി ഒരു മനുഷ്യൻ അകത്തേക്ക് കടക്കുന്നത് അവർ കണ്ടത്. ആ കാഴ്ച കണ്ടതും അവർ പെട്ടെന്ന് അവരുടെ മുറിയുടെ വാതിലും അടച്ചു. അവർ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അവിടുന്ന് ഓടിച്ചെന്നത് അവിടെയുള്ള ലാൻഡ് ഫോണിന് അടുത്തേക്കാണ്. ലാൻഡ് ഫോൺ എടുത്ത അവർ പോലീസുകാരൻ നേരത്തെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത ആ നമ്പർ ഡയൽ ചെയ്തു. DIG റോഷയുടെ നമ്പറിലേക്കാണ് അവർ ഡയൽ ചെയ്യുന്നത്. DIG റോഷയുടെ നമ്പറിലേക്ക് അവർ ഡയൽ ചെയ്യുമ്പോൾ ആ മുറിയിലുണ്ടായിരുന്ന അവരുടെ 2 സുഹൃത്തുക്കൾ വാതിൽ തുറന്ന് പുറത്തു നിൽക്കുന്ന പോലീസുകളുടെ അടുത്തേക്ക് ഓടി. ഈ സമയത്ത് റോഷയോട് മിസസ് ബാഗ്ലി ആ കാര്യം പറഞ്ഞു. സാർ, നിങ്ങൾ അന്വേഷിക്കുന്ന ആ നാഗർവാല ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ധർമ്മശാല എന്നാ വിളിക്കുന്നത്. ഇതേ സമയത്ത് ആ ബിൽഡിങ്ങിന് പുറത്തേക്ക് ഓടിയെത്തിയ മിസസ് ബാഗ്ലിയുടെ സുഹൃത്തുക്കൾ അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാരോടും അതേ വാചകം പറഞ്ഞു. സാർ, നിങ്ങൾ അന്വേഷിക്കുന്ന നാഗർവാല മുറിയിലേക്ക് പോയിട്ടുണ്ട്. പുറത്ത് ഈ രംഗങ്ങൾ അരങ്ങേറുമ്പോൾ സ്കൂട്ടറിന്റെ ടയറുമായി ആ ബിൽഡിങ്ങിനകത്തേക്ക് കടന്ന ആ മനുഷ്യൻ റൂം നമ്പർ 3 ലക്ഷ്യമാക്കി നടക്കുകയാണ്. റൂം നമ്പർ 3-ൽ ആ മനുഷ്യൻ എത്തുമ്പോൾ ആ മുറി തുറന്നിടക്കുകയാണ്. അകത്തേക്ക് കാലെടുത്ത് വെച്ച ആ മനുഷ്യൻ കാണുന്നത് ആ മുറി ആകെ അലങ്കോലമായി കിടക്കുന്നതാണ്. ആ മുറിയിൽ അയാളുടെ റൂംമേറ്റും ഉണ്ട്. റൂംമേറ്റിനോട് എന്താ സംഭവം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കറിയില്ല. അത് കേട്ടതും ആ മനുഷ്യൻ അവിടെ നിന്ന് നേരെ ഓടിയെത്തിയത് ബാഗ്ലിയുടെ മുറിയിലാണ്. ബാഗ്ലിയുടെ മുറിയുടെ മുന്നിൽ എത്തുമ്പോൾ ആ മുറിയുടെ വാതിൽ അടച്ചിരിക്കുകയാണ്. അയാൾ വാതിൽ അടിച്ചു. ബാഗ്ലി, വാതിൽ തുറക്ക്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വാതിൽ തുറക്ക്. ശക്തമായി അയാൾ ആ വാതിൽ അടിക്കുമ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. വാതിൽ തുറന്നപ്പോൾ അയാൾ കാണുന്നത് മിസസ് ബാഗ്ലിയാണ്. മിസസ് ബാഗ്ലി അയാളോട് പറഞ്ഞു, ബാഗ്ലി ഇവിടെ ഇല്ല. ബാഗ്ലി ഇല്ല എന്ന് മിസസ് ബാഗ്ലി പറഞ്ഞതും ആ മനുഷ്യൻ മിസസ് ബാഗ്ലിയോട് ചൂടാവുകയാണ്. ഏയ്, നിങ്ങൾ എന്തായി കാണിച്ചത്? ആരാ എന്റെ മുറി വൃത്തിയാക്കിയത്? ആരാ എന്റെ സാധനങ്ങളൊക്കെ വലിച്ച് പുറത്തിട്ടത്? ആ സമയത്ത് മിസസ് ബാഗ്ലി ആ മനുഷ്യനോട് പറഞ്ഞു, ഏയ്, നിങ്ങളിരുന്ന് ചൂടാവെന്ന് വേണ്ട. നിങ്ങളെ ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്തു നിങ്ങൾ പറയുന്നത്? നിങ്ങൾ 60 ലക്ഷം രൂപ മോഷിച്ചില്ലേ?
60 ലക്ഷം രൂപയെ എവിടെ നിന്ന്? പോലീസ് ഇവിടെ വന്നിരുന്നു. പോലീസ് പറഞ്ഞത് നിങ്ങൾ 60 ലക്ഷം രൂപ മോട്ടിച്ചെന്ന്. അവരാണ് ആ മുറിയിലെ സാധനങ്ങളൊക്കെ വലിച്ച് താഴെ ഇട്ടത്. ദേഷ്യം വന്ന മിസ്സിസ് ബാഗ്ലി അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ആ ടയറുമായി നിൽക്കുന്ന മനുഷ്യൻ ശരിക്കും ഒന്ന് ഞെട്ടിയെന്ന് പറയാം. നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? സെർച്ച് വാറണ്ട് ഇല്ലാതെ ഒരാളുടെ മുറി പരിശോധിക്കാൻ പോലീസിന് എന്താ അധികാരം? വളരെ ശബ്ദമുയർത്തി ആ മനുഷ്യൻ അങ്ങനെ പറയുമ്പോഴേക്കും അയാളുടെ തൊട്ടുപുറകിലെത്തിയ പോലീസുകാരായ ഹവാസ് സിംഗും നന്ദലാലും അയാളുടെ പുറത്തേക്ക് ചാടി വീഴുകയായിരുന്നു. അപ്രതീക്ഷിതമായി 2 പോലീസുകാർ അയാളുടെ പുറത്തേക്ക് ചാടി വീണപ്പോൾ അയാൾ മുന്നോട്ട് നാഞ്ഞു. പെട്ടെന്ന് അയാളൊന്ന് തിരിഞ്ഞ് ആ പോലീസുകാരെ ഒന്ന് തള്ളി. ആ സമയത്ത് വയർലെസ് ഓപ്പറേറ്റർ കൂടിയായ ഹവാസ് സിംഗ് അയാളുടെ സർവീസ് റിവോൾവർ വലിച്ചെടുത്ത് ആ മനുഷ്യന്റെ നെറ്റിയിലേക്ക് ചൂണ്ടി. അതിനുശേഷം ഹവാസ് സിംഗ് അയാളോട് പറഞ്ഞു, ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ബലം പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യും. ഹവാസ് സിംഗ് അത് പറയുമ്പോൾ അയാൾ അത് ചെയ്യുമെന്ന് അയാളുടെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. ഈ സമയത്ത് കൂടെയുള്ള നന്ദലാൽ നാഗർവാലയുടെ ഷർട്ടിന്റെ കോർണറിൽ പിടിച്ചു. കോർണർ പിടിച്ച നന്ദലാൽ നാഗർവാലയെ ആ കോർണറിലൂടെ മുൻഭാഗത്തേക്ക് വലിച്ചു തുടങ്ങി. ഈ സമയത്താണ് ആ ഡ്രൈവർമാരായ ബൽവീർ സിംഗും ഓം പ്രകാശും ഓടി അവിടെ എത്തുന്നത്. അവരോടൊപ്പം ബാക്കിയുള്ള 3 പോലീസുകാരും ഉണ്ട്. അവരെല്ലാവരും കൂടി നാഗർവാലയെ അവിടുന്ന് ബലമായി മുൻഭാഗത്ത് കൊണ്ടുവന്നു. അവിടെ ഒരു കസേരയിൽ അവർ നാഗർവാലയെ ഇരുത്തി. നാഗർവാലയുടെ നെറ്റിയിലേക്ക് തന്നെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഹവാസ് സിംഗ് അങ്ങനെ നിൽക്കുകയാണ്. അയാളുടെ നിപ്പ് കണ്ടാൽ അറിയാം അയാൾ ഏത് നിമിഷം വേണമെങ്കിലും നാഗർവാലയെ വെടിവെക്കുമെന്ന്. അവർ വെയിറ്റ് ചെയ്യുന്നത് അവരുടെ മേലുദ്യോഗസ്ഥ സ്ഥലത്തെത്താൻ വേണ്ടിയാണ്. ആ മെയിൻ ഹാളിന്റെ മുൻഭാഗത്ത് ശരിക്കും പ്രകാശമുള്ള ഭാഗത്ത് നാഗർവാലയെ കൊണ്ടിരുത്തിയപ്പോൾ ബൽവീർ സിംഗും അതുപോലെ ഓം പ്രകാശും അയാളെ തിരിച്ചറിഞ്ഞു. ശരിക്കും ബൽവീർ സിംഗിന് ആദ്യം അയാളെ തിരിച്ചറിയാൻ പറ്റാതെ പോയതിന്റെ കാരണം അന്ന് പകല് നടന്ന മറ്റൊരു കാര്യമാണ്. ബൽവീർ സിംഗിന്റെ കാറിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്യുന്നതിനിടയിൽ നാഗർവാല ഒരു സലൂണിൽ കയറി മുടിയൊക്കെ മുറിച്ച് ഡൈയൊക്കെ ചെയ്ത് അയാളുടെ വേഷം ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നാഗർവാലയെ പെട്ടെന്ന് തിരിച്ചറിയാൻ ബൽവീർ സിംഗിന് പറ്റാതെ പോയത്. തുഗ്ലക് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഫ്രഷ് ആകാനായി കയറിയ DSP കാശിപ്പും ഹരിദേവും ബോസും ആ വയർലെസ് മെസ്സേജ് അപ്പോഴാണ് കാണുന്നത്. നാഗർവാല ധർമ്മശാലയിലെത്തി നാഗർവാലയെ അവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ആ ഇൻഫർമേഷൻ കിട്ടിയതും ആ ടീം അവിടെ നിന്ന് നേരെ ധർമ്മശാലയിലേക്ക് തിരിച്ചു. തുഗ്ലക് റോഡിലെ ആ സ്റ്റേഷനിൽ നിന്ന് ധർമ്മശാലയിലേക്ക് 7 കിലോമീറ്റർ ദൂരമുണ്ട്. ആ 7 കിലോമീറ്റർ ഒരു 15 മിനിറ്റ് കൊണ്ട് ആ ടീം കവർ ചെയ്തു. ശരിക്കും ആ ദൂരം കവർ ചെയ്യുമ്പോൾ ആ 3 പേർക്കും വല്ലാത്ത ആവേശമാണ്. ഉച്ചയ്ക്ക് ഏകദേശം 2:45 കൗശിക് വിവരം അറിയുന്നത്. ആ നിമിഷം മുതൽ ഇതുവരെ അയാളെ കേസിന്റെ പുറകിലായിരുന്നു. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പ്രതിയിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഒരു ചെറിയ സംഭവമല്ല. അതിൻ്റെതായ ഒരു സന്തോഷം കൗശിപ്പിനും ഹരിദേവനും അതുപോലെ ബോസിനും ഉണ്ട്. നാഗർവാലയുടെ അടുത്ത് ആ ടീം എത്തുമ്പോൾ നാഗർവാലയുടെ സമീപത്ത് ആ ടയറും ട്യൂബും ഒക്കെ കിടപ്പുണ്ട്. അത് കണ്ടതും കൗശിക് സബ് ഇൻസ്പെക്ടർ സുരീന്ദർ സിംഗിനോട് ആ ടയർ ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞു. സുരീന്ദർ ആ ടയറിനകത്ത് കൈയിട്ട് നോക്കിയപ്പോൾ ആ ടയറിനകത്ത് നിന്ന് പണം പുറത്തേക്ക് വീണു തുടങ്ങി. 100ന്റെ നോട്ട് കെട്ടുകളാ പുറത്തേക്ക് വീഴുന്നത്. 100ന്റെ നോട്ട് കെട്ടുകൾ ആ ടയറിൽ നിന്ന് പുറത്തേക്ക് വീണതും കൗശിക് ആ ടയറും ട്യൂബും നോട്ട് കെട്ടുകളും ഒക്കെ കസ്റ്റഡി എടുക്കാൻ ആവശ്യപ്പെട്ടു. അവയും നാഗർവാലയുമായി ആ ടീം അവിടെ നിന്ന് നേരെ പാർലമെന്റ് സ്ട്രീറ്റിലുള്ള സ്റ്റേഷനിലേക്ക് എത്തി. ഹവാസ് സിംഗിനെയും സുരീന്ദർ സിംഗിനെയും നാഗർവാലയുടെ മുറിക്ക് കാവലിട്ടിട്ടാണ് ബാക്കിയുള്ള ആളുകൾ പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് വന്നത്. ആ ടീം പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ധർമ്മശാലയിലെ ഓഫീസ് മുറിയിലെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ എടുത്തത് ഹവാസ് സിംഗ് ആണ്. ഒരു സീനിയർ IPS ഉദ്യോഗസ്ഥനാണ് ആ സമയത്ത് ലൈനിലുണ്ടായിരുന്നത്. അയാൾ ഫോൺ എടുത്ത ഹവാസ് സിംഗിനോട് ആ IPS ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഒരു സിമ്പിൾ കാര്യമാണ്. നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആ നാഗർവാല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അയാളൊരു നിരപരാധിയാണ്. ശരിക്കും ഇന്നസെന്റ് ആയ അയാളെ നിങ്ങൾ എന്തിനാ അറസ്റ്റ് ചെയ്തത്? അങ്ങനെ ആ IPS ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ ഹവാസ് സിംഗ് ആ IPSകാരനോട് പറഞ്ഞു, സർ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല. അദ്ദേഹത്തെ പാർലമെന്റ് സ്ട്രീറ്റിലെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ ഹവാസ് സിംഗ് പറഞ്ഞതും ഫോൺ കട്ടായി. ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ഫോൺ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വിളിച്ച IPS ഓഫീസർ ആരാണെന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ലേശം പാടാണ്.
എന്തായാലും ആ ടീം അംഗങ്ങൾ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവരുടെ കൈവശം ആ ടയറിനകത്തു നിന്ന് കണ്ടെടുത്ത 30,000 രൂപയുമുണ്ട്. ഈ കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ഇന്ത്യയെ ഞെട്ടിച്ച ബാങ്ക് കൊള്ളയുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ.